അവിടെ പ്രൈം 21-ൻ്റെ ആളുകൾ ലൈവായിട്ട് പകർത്തിയിട്ടുണ്ട്. ഞാൻ കണ്ടതാണ്. അതിൻ്റെ വീഡിയോ വിഷ്വലും ഞാൻ കണ്ടു. അവർ ഞങ്ങളടുക്ക വന്ന് ഞങ്ങളെ കാറ് പൊതിഞ്ഞപ്പോൾ അവർ വളരെ ബഹളമായിട്ട് അവർ സംസാരിക്കുകയും എന്താണ് പ്രശ്നം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ് കാറ് പതുക്കെയാണ് നീക്കിയിട്ടുള്ളത്. ഡ്രൈവർ വളരെ ശ്രദ്ധയോടെയാണ് കാറ് നീക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ അവിടുന്ന് ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ട്, എന്താ കാറ് കാലിൻ്റെ മേലിൽ കയറ്റിയോ എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ബാബുവേട്ടൻ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ അവർ ബഹളം വെക്കുകയാണ് ചെയ്തത്. അത് ആ വിഷ്വലിൽ കൃത്യമായി കാണുന്നുണ്ട്. അപ്പോൾ ഇത് വെറുതെ രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം അവിടെ ആ പ്ലാന്റ് നന്നായി മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോഴുള്ള CPMൻ്റെ ഒരു കളി മാത്രമാണ് ഇത്. അത് കണ്ടവർക്കൊക്കെ അറിയാം. നമ്മൾ അവിടെ ഒരു ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയിൽ നിന്ന് മാറി നിന്നിട്ട് ആളുകളെ സംഘടിപ്പിച്ച് അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാക്കുന്നത് നല്ലതാണോ എന്നുള്ളത് ഇത് ഉണ്ടാക്കിയ ആളുകൾ ചിന്തിച്ചാൽ മതി. കാരണം അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവിടെ അവർ വന്ന് ബഹളം വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആ മലിനജലം അവിടെയുള്ള തോടിലെ ജലം ശുദ്ധീകരിക്കാൻ ഉണ്ടാക്കിയ പ്ലാന്റ് അല്ല ഇത്. അവർ പറഞ്ഞു വന്നത് അവിടുത്തെ ജലം ശുദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞത്. അതല്ല, അവരെ തെറ്റിദ്ധരിച്ചിട്ടാണുള്ളത്. അത് ആര് തെറ്റിദ്ധരിപ്പിച്ചോ എന്ന് നമുക്കറിയില്ല. നമ്മൾ നെറ്റ്വർക്ക് സംവിധാനം 2 ഡിവിഷനിൽ നെറ്റ്വർക്ക് ഉൾപ്പെടെ സ്ഥാപിച്ച് അവിടുന്ന് ഓടയിലേക്ക് ഒഴുക്കി വിടുന്ന മലിനജലം മാറ്റി ഇത് പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണിത്. ആധുനിക രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്ലാന്റ് അവിടെ പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് ആ മലിനജലം പുറത്ത് വിടാൻ വേണ്ടി ഈ പ്ലാന്റിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് ഒന്ന് ചിന്തിക്കണ്ടേ? കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് മലിനജലം പുറത്ത് വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാന്റിൽ കൊണ്ടുപോയി പുറത്തേക്ക് വിടേണ്ട ആവശ്യമുണ്ടോ? അതൊന്ന് ചിന്തിച്ചൂടെ? അതുമാത്രമല്ല, സർക്കാരിൻ്റെ നയമാണിത്. ഇതെല്ലാ സ്ഥലത്തും ഇത് പൂർണ്ണമായി ഈ സംവിധാനം ഒരുക്കാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എല്ലാ ലോക്കൽ ബോഡിയോടും പദ്ധതി ആസൂത്രണം ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുക. ആ തരത്തിൽ ഏറ്റവും ആദ്യമായി ചെയ്തത് കണ്ണൂർ കോർപ്പറേഷനാണ്. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോഴുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമാണിത്. അല്ലാതെ ഇതിൻ്റെ പിന്നിലൊന്നുമില്ല. മാത്രവുമല്ല, ഒരു മുള്ള് തറച്ച ഒരു പ്രശ്നം പോലും ആ സ്ത്രീക്ക് ഉണ്ടായിട്ടില്ല. എന്തിൻ്റെ പേരിലാണ് അവർ പോയി ആശുപത്രിയിൽ അഡ്മിറ്റായത് എന്നും കേസ് കൊടുത്തതുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ കൃത്യമായ വിഷ്വല് നമ്മളെപ്പോൾ വേണമെങ്കിലും ഹാജരാക്കാൻ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഇതേ പ്രൈം 21-ൻ്റെ ആളുകൾ ഞങ്ങൾ പോയതിന് ശേഷം അവർ ബൈറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ കാലിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതാണെങ്കിൽ ആദ്യം അവർ പ്രതികരിക്കേണ്ടത് ആ വിഷയത്തെക്കുറിച്ചാണ്. ഒരക്ഷരം പോലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഈ കാലിൽ അവരുടെ ഡെപ്യൂട്ടി മേയറുടെ കാറിൻ്റെ ടയർ അവരുടെ കാലിൽ പതിഞ്ഞ് ഒരു പ്രശ്നം അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഈ ഒരു വാർത്ത പ്രചരിക്കുന്നത്. ഇത് അടിസ്ഥാനരഹിതമാണ്. ഒരു മുട്ടുസൂചി കുത്തിയതോ അല്ല ഒരു മുള്ളു തറച്ച ഒരു വേദനയോ പ്രശ്നമോ അവർക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ തറപ്പിച്ച് പറയുകയാണ്. അവരുടെ പിന്നിൽ ആരോ ഉണ്ടെന്ന് തന്നെ നമുക്ക് സംശയം ഉറപ്പാണല്ലോ. അവിടെ രാവിലെ കൗൺസിലർ പങ്കെടുക്കേണ്ട ഒരു പരിപാടിയിൽ കൗൺസിലർ പങ്കെടുക്കാതെ അവിടെ ചുറ്റുമുള്ള ആളുകളെ സംഘടിപ്പിച്ച് ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാക്കുകയാണ്. അതുമാത്രവുമല്ല, കഴിഞ്ഞ ദിവസം അവിടെ റോഡ് വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാം പറഞ്ഞതിൽ ശക്തമായ പ്രതിഷേധം അവിടുത്തെ കൗൺസിലർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ കൗൺസിലർ എന്താ പറഞ്ഞത്? കോർപ്പറേഷൻ ഫണ്ട് തന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ യഥാർത്ഥ പിക്ചർ നിങ്ങൾക്ക് ഞങ്ങൾ തന്നതാ. 15 ലക്ഷം രൂപയുടെ പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഘട്ടത്തിലെത്തിയപ്പോഴാണ് കൗൺസിലർ കോർപ്പറേഷൻ്റെ വർക്ക് വേണ്ട, MLA വർക്ക് മതി എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് മാറ്റി അത് ഡിലേ വരുത്തിയതാണ്. എനിക്ക് അവിടുത്തെ കൗൺസിലറെ പറ്റി ഒരു പരാതിയില്ല. ഞാനല്ല പരാതി പറഞ്ഞത്, അവിടുത്തെ ആളുകളാണ് ഞങ്ങളോട് പരാതി പറഞ്ഞത്. ഞാൻ അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെയുള്ള CPMൻ്റെ ആളുകൾ, പ്രവർത്തകന്മാർ ഉൾപ്പെടെ എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞതാ, കൗൺസിലർ എവിടെ പോയി എന്താണെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പാർട്ടിക്കാരോട് നിങ്ങൾ ചോദിക്കൂ, എനിക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വേറൊരു പ്രശ്നവുമില്ല. പ്ലാന്റ് നന്നായി പോകുന്നുണ്ട്. ഇനിയും അതിൻ്റെ കപ്പാസിറ്റി കൂട്ടി കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ, കൂടുതൽ അതിൻ്റെ മേഖല വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കൂടുതൽ ആളുകളെ അതിൽ ഉൾപ്പെടുത്തി കപ്പാസിറ്റി കൂട്ടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഉള്ളത്.